മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിർമ്മിക്കുന്ന സൂസൻ മേബിൾ തോമസ് ഇൻഡോർ സ്റ്റേഡിയവും അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സും കോട്ടയം ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും കായിക മുന്നേറ്റത്തിന് കരുത്താകുമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. സർക്കാർ 47.81 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെയും സ്പോർട്സ് കോംപ്ലക്സിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രവർത്തനങ്ങൾ രൂപം കൊടുക്കുന്ന രംഗത്ത് VC ഉൾപ്പെടെ രജിസ്ട്രാർ ഉൾപ്പെടെ സിൻഡിക്കേറ്റ് ഉൾപ്പെടെ നൽകിയ സംഭാവനകളും ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സർവകലാശാല ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നത് ഈ സർവകലാശാല ഇതിനു വേണ്ടി സ്ഥലം അനുവദിച്ചത് കൊണ്ടാണ്. ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കിയപ്പോൾ എവിടെ കിട്ടും സ്ഥലം? സ്പോർട്സ് മന്ത്രി ഞാൻ കൂടി ആദ്യം ഈ വിഷയം ചർച്ച ചെയ്ത് മുമ്പ് നമ്മുടെ ചിങ്ങവനത്ത് തുടങ്ങാം എന്ന് പറഞ്ഞ് സ്ഥലം ഏറ്റെടുത്ത് ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ അപ്പുറത്തെ ഭാഗം ഗവൺമെന്റ് പ്രോപ്പർട്ടി, ഗവൺമെന്റ് ഒരുപാട് പണം അടയ്ക്കാനുള്ളതുകൊണ്ടും അത് സ്റ്റേ വന്നു. പിന്നീട് അത് നടക്കില്ല എന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഘട്ടം കൂടിയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് പിന്നെ എവിടെ സ്ഥലം കിട്ടുമെന്ന് പരിശോധിക്കുമ്പോൾ MG യൂണിവേഴ്സിറ്റി ഈ കാര്യത്തിൽ സ്ഥലം തരാൻ തയ്യാറാണ് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, വൈസ് ചാൻസലർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, രജിസ്ട്രാർ ഇവരെല്ലാം ചേർന്ന് സമ്മതിച്ച് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സ്പോർട്സ് മന്ത്രിയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സ്ഥലം വിട്ടുതരുന്ന സമ്മതപത്രവും ഒപ്പം സ്പോർട്സ് കോംപ്ലക്സ് സ്ഥാപിക്കുമ്പോൾ അതിന്റെ ഭരണഘടന എങ്ങനെയായിരിക്കണം സംബന്ധിച്ച് MOU ഒപ്പിട്ട് ഇതേ സദസ്സിൽ വെച്ച് തന്നെ വലിയൊരു ചടങ്ങിലായിരുന്നു ആ സമ്മതപത്രം കൈമാറിയതും അതോടൊപ്പം തന്നെ അനുമതി പത്രം കൈമാറിയതും. മഹാത്മാഗാന്ധി സർവകലാശാലയോട് ഈ സന്ദർഭത്തിൽ ജനപ്രതി എന്ന രൂപത്തിൽ വലിയ രീതിയിലുള്ള കടപ്പാട് നിശ്ചയമാണ് എന്ന കാര്യം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അന്തർദേശീയ നിലവാരത്തിലുള്ള സൗകര്യങ്ങളോടെയാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. കായിക രംഗത്ത് ബഹുമുഖ പ്രതിഭയായി തിളങ്ങിയ സൂസൻ മേബിൾ തോമസിന്റെ ഓർമ്മകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു. സർവകലാശാലയിലെ ഗാന്ധി മ്യൂസിയത്തിന് നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ അധ്യക്ഷനായിരുന്നു. സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റെജി സക്കറിയ, രജിസ്ട്രാർ ഡോക്ടർ ബിസ്മി ഗോപാലകൃഷ്ണൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുകൾ, ഡോക്ടർ K ജയചന്ദ്രൻ, സൂസൻ മേബിൾ തോമസിന്റെ സഹോദരൻ ജേക്കബ് തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജിം അലക്സ്, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OJ സജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി, ഗ്രാമപഞ്ചായത്ത് അംഗം മറിയാമ്മ മാത്യു എന്നിവർ പങ്കെടുത്തു. ഗാന്ധി മ്യൂസിയവും കോട്ടയം അക്ഷര മ്യൂസിയവും തമ്മിൽ പഠന ഗവേഷണ രംഗത്തെ സഹകരണത്തിനായുള്ള ധാരണാപത്രത്തിന്റെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ബിസ്മി ഗോപാലകൃഷ്ണനും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സെക്രട്ടറി S. സന്തോഷ് കുമാറും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു.